സെറ്റ് സൂപ്പർ മൂവി. അതിരടി പ്രീമിയർ ഷോ വോക്സിൽ കണ്ട് ഇപ്പൊ ഇറങ്ങിയുള്ളൂ. വെക്കേഷനിൽ ഇതുപോലൊരു സെലിബ്രേഷൻ മൂവി തകർത്തു വരാൻ പോവാണ്. ഇനിയുള്ള 2-3 ആഴ്ച വെക്കേഷൻ ബാക്കിയുണ്ട്. അത് കഴിഞ്ഞ് കോളേജ് തുടങ്ങി കഴിഞ്ഞാൽ 100 ദിവസം കോളേജ് പിള്ളേർക്ക് അർമാദിക്കാനുള്ള പരിപാടിയുണ്ട്. ഒരു 2000-ന്റെ തുടക്കത്തിൽ കേരളത്തിൽ മുളച്ചു പൊങ്ങിയ പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജുകളിൽ നടക്കുന്ന സകലമാന കാര്യങ്ങളും മെൻഷൻ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ അവർക്ക് മാത്രം കണക്ട് ചെയ്യാൻ പറ്റുന്ന സംഭവമല്ല. ഒരുപക്ഷെ ഫസ്റ്റ് ഹാഫിൽ ഇൻസിഡൻസ് ചിലപ്പോൾ ആ ഒരു ഏജ് ജനറേഷനിൽപ്പെട്ട ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ റിലേറ്റബിലിറ്റി ഉണ്ടാവുള്ളൂ. പക്ഷെ സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ഫോർ ഓൾ ജനറേഷൻ, അതായത് ചെറിയ കുട്ടികളും അതിൽ ഏറ്റവും പ്രായമുള്ളവർക്കും ഒരു എൻജോയ് ചെയ്യാൻ പറ്റുന്ന കിടുക്കൻ സെക്കൻഡ് ഹാഫാണ്. ഇതിനകത്ത് വിഷ്ണു അഗസ്ത്യ ഉണ്ട്, റിയ ഷിബു, പിന്നെ ടോവിനോ. എന്റെ പൊന്നു പോലെ ഞാൻ പേഴ്സണലി ഇത്രയും ഹാപ്പി ആയത് ടോവിനോയ്ക്ക് വേണ്ടിയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ ഇതുവരെ കാണാത്ത ഒരു ആക്ടിങ് സ്റ്റൈല് ഇതിൽ പിടിച്ചിട്ടുണ്ട്. ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആണ്. അതായത് ബേസിൽ ഇന്റർവ്യൂല് പറഞ്ഞ പോലെ വില്ലനായിട്ട് തന്നെയാണ് വരുന്നത്. പക്ഷെ പുള്ളി തകർത്തടക്കുകയാണ്. എങ്ങനെയാണ് ഇത് പോയിക്കോട്ടെന്ന് നിങ്ങൾ കണ്ടെന്ന് അറിയണം. ഈ സാധനം ടോവി തകർത്ത്, ടോവിയുടെ ഫാൻസിനും ടോവിയുടെ ആരാധകർക്കും കത്തിക്കാനുള്ള സാധനം ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. വില്ലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സോ കോൾഡ് എന്താ പറയാ, ഒരു ഭയങ്കര ഗ്രേ നെഗറ്റീവ് ഷെയ്ഡിലുള്ള വില്ലനൊന്നുമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ സീരിയസ് ആക്ഷൻ രംഗങ്ങളൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ സർപ്രൈസ് പാക്കേജ് വിനീത് ശ്രീനിവാസൻ, ഷാൻ റഹ്മാൻ, ഇവർ രണ്ടുപേരും സെക്കൻഡ് ഹാഫിൽ വരുന്നത് തൊട്ട് സെക്കൻഡ് ഹാഫ് കത്താണ്. അതായത് ടോവിനോ, വിനീത്, ഷാന്, ബേസില് സെക്കൻഡ് ഹാഫ് പൊളിക്കാതെ ഒരു സെക്കൻഡ് പോലും നമുക്ക് സ്ക്രീനിൽ നിന്ന് കണ്ടെടുക്കാൻ തോന്നൂല. ഈ പറയുന്ന 500-580ഓളം പേരുള്ള നിറഞ്ഞ സദസ്സിലിരുന്ന് കാണാൻ ഭാഗ്യം കിട്ടിയത് തന്നെ ഏറ്റവും വലിയ കാര്യം. താങ്ക്സ് ടു ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഫോർ ദ ഇൻവിറ്റേഷൻ ഫ്രോം ദ പ്രീമിയർ. ഈ പടം മോനെ കത്താൻ പോവാണ്. എല്ലാവരും ധൈര്യമായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചിരിക്കുന്നത് വേറെ ഒന്നും ഉണ്ടല്ലോ, പടം കണ്ട ഉടനെയാണ് ഞാൻ ഈ റിവ്യൂ പറയുന്നത്. അത് മറ്റേ മോളിന്റെ പാർക്കിങ്ങിൽ ഇരുന്നിട്ടാണ്. അതുകൊണ്ട് അതിന്റെ ഒരു ഹാപ്പിനെസ് പോയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ചിരിച്ചിട്ട് സംസാരിക്കുന്നത്, വേറെ ഒന്നുമില്ല. പടം അടിപൊളിയാണ്. ഇതിനകത്ത് വിഷ്ണു അഗസ്ത്യയുടെ പേരായിട്ട് ദർശനയുണ്ട്, ട്രെയിലറിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതിനൊക്കെ പുറമെ ക്ലൈമാക്സിൽ ആരും പ്രതീക്ഷിക്കാത്ത ഒരു ക്യാമിയോ ഉണ്ട്. അതിന് ഒടുക്കത്തെ കയ്യടിയായിരുന്നു. അത് നിങ്ങൾക്കും കിട്ടുക സാധനം. എന്തായാലും പടം സൂപ്പർ ഹിറ്റ്.